അപ്പോൾ നമുക്ക് ഇന്ന് അക്കൗണ്ടൻസിയിൽ ഒരു പോർഷൻ നോക്കാം. എറേഴ്സ്. അക്കൗണ്ടിങ് എറേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ക്ലറിക്കൽ എറേഴ്സ് എന്നും എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്നും. അപ്പം ക്ലറിക്കൽ എറേഴ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. എറർ ഓഫ് ഒമിഷൻ, എറർ ഓഫ് കമ്മീഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. എറർ ഓഫ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ തന്നെ അറിയാം, പ്രിൻസിപ്പിൾസിൻ്റെ എറർ. ക്ലറിക്കലായിട്ട് ഉണ്ടാകുന്ന എറേഴ്സാണ് എറർ ഓഫ് കമ്മീഷൻ, എറർ ഓഫ് ഒമിഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറർ. എറർ ഓഫ് ഒമിഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ഒമിറ്റ് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ മറക്കാം, അല്ലെങ്കിൽ പാർഷ്യലായിട്ടും മറക്കാം. ഏതൊരു എൻട്രിക്കും ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പാർഷ്യൽ ഒമിഷൻ. രണ്ടും മൊത്തത്തിൽ ആ എൻട്രി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് കംപ്ലീറ്റ് ഒമിഷൻ. അപ്പം എറർ ഓഫ് കമ്മീഷൻ നോക്കാം. എറർ ഓഫ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അശ്രദ്ധ മൂലം. റോങ് ടോട്ടൽ ഓഫ് സബ്സിഡറി ബുക്സ്, റോങ് എമൗണ്ട് ഇൻ ദി സബ്സിഡറി ബുക്ക്, അല്ലെങ്കിൽ പോസ്റ്റിംഗ് ടു എ റോങ് അക്കൗണ്ട് ബട്ട് ഓൺ കറക്റ്റ് സൈഡ്. കറക്റ്റ് സൈഡിലായിരിക്കും, പക്ഷേ നമ്മൾ 5000-ന് പകരം നമ്മൾ 500 ഇടുന്നു. ഈ പഠിക്കുന്നതെല്ലാം വരുന്നത് എന്തിൻ്റെ ബേസിസിലായിരിക്കും? ഈ പഠിക്കുന്നതൊക്കെ വരുന്നത്, ഈ പറയുന്നതൊക്കെ നമുക്ക് എക്സാമിന് വരുന്നത് എന്തിൻ്റെ ബേസിലായിരിക്കും? ഇങ്ങനല്ല വരുന്നത്. നമുക്ക് ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് അതിൽ നിന്ന് എന്തെററാന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുവാണ് 5000 രൂപയുടെ ഒരു എൻട്രി 500 രൂപയെന്ന് എഴുതി. ആ എറർ ഏതെററാണ്? അത് എറർ ഓഫ് കമ്മീഷൻ. എറർ ഓഫ് കമ്മീഷനകത്തെ പോസ്റ്റിംഗ് ടു റോങ് അക്കൗണ്ട് എന്ന് പറയുന്നൊരു മോഡലാണത്. ഓക്കെ. പിന്നെ പോസ്റ്റിംഗ് റോങ് എമൗണ്ട്, അതിപ്പോൾ പറഞ്ഞത് പോസ്റ്റിംഗ് ഓൺ ദി റോങ് സൈഡ് ഓഫ് ആൻ അക്കൗണ്ട്. ഒരു റോങ് സൈഡിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നു. അതൊക്കെയാണ് എറർ ഓഫ് കമ്മീഷൻ. ഓക്കെ. അപ്പോൾ ക്ലറിക്കൽ എറേഴ്സിനെ എറർ ഓഫ് ഒമിഷൻ. ദീസ് എറേഴ്സ് മേ ബി കമ്മിറ്റഡ് അറ്റ് ദി ടൈം ഓഫ് റെക്കോർഡിംഗ് ഓർ പോസ്റ്റിംഗ് അക്കൗണ്ട്. ഒന്നെങ്കിൽ നമ്മളൊരു എൻട്രി റെക്കോർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളത് ഒരിടത്തോട്ട് പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്നതാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ അത് കാണത്തില്ല, അങ്ങനെ ഉണ്ടാകുന്ന എറർ. ഇത് മേ ബി കംപ്ലീറ്റ് ഓർ പാർഷ്യൽ ഒമിഷൻ. ഹിയർ ട്രാൻസാക്ഷൻസ് ആർ ഒമിറ്റഡ് ഫ്രം ബീയിങ് ഇൻ ദി ബുക്ക്. അപ്പോൾ ബുക്കിൽ നിന്ന് ആ ട്രാൻസാക്ഷനെ അങ്ങ് ഒമിറ്റായി പോകും. അടുത്തത് എറർ ഓഫ് കമ്മീഷൻ. ദീസ് ആർ എറേഴ്സ് എ റിസൾട്ട് ഓഫ് ദി മിസ്റ്റേക്ക് കമ്മിറ്റഡ് ബൈ ദി അക്കൗണ്ടിങ് സ്റ്റാഫ്. അക്കൗണ്ടിങ് സ്റ്റാഫിൻ്റെ മിസ്റ്റേക്സ് മൂലം വരുന്ന എറർ ഏതാണ്? അതൊരു നല്ല ക്വസ്റ്റ്യനാണ്. അക്കൗണ്ടിങ് സ്റ്റാഫിൻ്റെ മിസ്റ്റേക്ക് മൂലം വരുന്ന എററാണ് എറർ ഓഫ് കമ്മീഷൻ. കോമ്പൻസേറ്റിംഗ് എറർ എന്താ? ദീസ് ആർ ദി എറേഴ്സ് വിച്ച് ക്യാൻസൽ ദംസെൽസ് ഔട്ട്. ദാറ്റ് ഈസ് എറർ ഈസ് കോമ്പൻസേറ്റഡ് ബൈ അനദർ എറർ ഓഫ് ഓപ്പോസിറ്റ് നേച്ചർ. ഓപ്പോസിറ്റ് നേച്ചറുള്ള വേറൊരു എറർ കൊണ്ട് നമ്മുടെ ആ എറർ എന്ത് ചെയ്യും? കോമ്പൻസേറ്റ് ചെയ്ത് പോകും. നമുക്ക് ചില സമയത്ത് എന്ത് ചെയ്യും? ബാലൻസ് ഷീറ്റൊക്കെ ടാലി ആകത്തില്ലേ? അപ്പോൾ പക്ഷേ എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും, എന്തെങ്കിലും റോങ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്തത്. എന്നാലും അതെന്ത് ചെയ്യും? അത് ട്രയൽ ബാലൻസിൽ നമ്മൾ എടുത്തു വരുന്നതിൻ്റെ ഒരു ഇതാണ്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എറർ ഓഫ് പ്രിൻസിപ്പിൾ എന്താണ്? ദീസ് ആർ എറേഴ്സ് വിച്ച് ഒക്കർ വെൻ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ